CJ റോയി എന്ന ശതകോടീശ്വരനെ കൊന്നതാര്? അതൊരു ആത്മഹത്യയാണോ അതോ കൊലപാതകം പോലെ തോന്നിക്കുന്ന ഒരു ആത്മഹത്യയാണോ? കാരണം CJ റോയി ഈ സൈലൻസർ തോക്ക് വെച്ചാണ് ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ വെടിയുതിർത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ശബ്ദം കേട്ടുകൊണ്ടാണ് CJ റോയിയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നത് എന്ന് അവിടുത്തെ ജീവനക്കാർ പറയുന്നു. എങ്ങനെയാണ് സൈലൻസർ തോക്കിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്? മാത്രമല്ല CJ റോയിയുടെ ഓഫീസിലെ ഒരു പൂർണ്ണമായ ഒരു ഓഫീസാണ് ബാംഗ്ലൂരിലെ CJ റോയിയുടെ. അത് ദുബായിലതാണെങ്കിലും ബാംഗ്ലൂരിലതാണെങ്കിലും ഒക്കെ തന്നെ അങ്ങനെയാണ്. അത്തരം എല്ലാ സൗകര്യമുള്ള അത്യാഡംബരമായ ഒരു ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ 3 ദിവസമായി CCTV വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ആരെങ്കിലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്? ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് CJ റോയിയെ പോലുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സ്റ്റാഫിനെയും അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹത്തിന്റെ ആഡംബരങ്ങളും ഒക്കെ എത്ര നന്നായാണ് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്, അതേപോലെയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും. അപ്പോ ഒരിക്കലും CCTV വർക്ക് ചെയ്തിട്ടില്ല അവിടെ എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ആളുകൾക്ക് കുറച്ച് പ്രയാസമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, CJ റോയിയുടെ നെഞ്ചിൽ വെടികൊണ്ട് അദ്ദേഹം ശ്വാസനാളത്തിലും ഹൃദയത്തിലും കൂടിയാണ് വെടിയുണ്ട. 6.55 മീറ്റർ വീതിയുള്ള വെടിയുണ്ടയാണ് തുളച്ചു കയറിയത്. പെട്ടെന്ന് എത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം രക്ഷപ്പെടുമായിരിക്കാം, അറിയില്ല. എങ്കിലും അദ്ദേഹം മരണപ്പെട്ടു പോയി. മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. കാരണം പൾസ് ഇല്ല എന്ന് അവിടുത്തെ ജീവനക്കാർ വന്ന് നോക്കുന്നു, അല്ലെങ്കിൽ അവിടെ അറിയാം എന്നുള്ളവർ അദ്ദേഹത്തെ വേണ്ടപ്പെട്ടവർ വന്ന് നോക്കുന്നു. പൾസ് ഇല്ലെന്ന് മനസ്സിലായി, അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുന്നത് ഷാർപ്പ് ഷൂട്ടറായ, അതായത് അത്ര കൃത്യമായി മരിക്കുമെന്ന് ഈ ഇന്ന ഭാഗത്ത് വെടിവെച്ചാൽ താൻ ജീവിച്ചിരിക്കില്ല എന്ന് പൂർണ്ണമായും ബോധ്യമുള്ള ഒരാൾ ചെയ്യുന്ന കൃത്യമാണ് CJ റോയി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CJ റോയി ഒരു ഷാർപ്പ് ഷൂട്ടറാണോ? ഇതുവരെ ഈ തോക്കുമായി ബന്ധപ്പെട്ട CJ റോയിക്ക് 25ഓളം ആഡംബര കാറുകളുണ്ട്. പിന്നെ ലംബോർഗിനി അടക്കം, റോൾസ് റോയ്സ് അടക്കമുള്ള ആഡംബര കാറുകളുണ്ട്. 11ഓളം വിമാനങ്ങളുണ്ട്. ജീവിതമൊക്കെ അത്യാഡംബരമായിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതുവരെ ആരും പറയാത്ത കാര്യമാണ് CJ റോയി ഒരു ഷാർപ്പ് ഷൂട്ടർ ആണോ എന്നുള്ളത്. അപ്പോ ഈ CJ റോയി എന്ന് പറയുന്ന ആളിനെ ആരെങ്കിലും വകവരുത്തിയതാണോ? അത് കൂടെയുള്ള ആരെങ്കിലും ആണോ? അല്ലെങ്കിൽ ഇനി ആ ക്യാബിനകത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? കാരണം ക്യാബിനിലേക്ക് പോയിട്ട് ഈ ED അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പ് ചോദിച്ച ചില ഫയലുകൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു പോയ CJ റോയിയെ 15 മിനിറ്റ് ആയിട്ടും കാണാതെ വന്നപ്പോഴാണ് ഇവർ അകത്ത് പോയി തട്ടി വിളിക്കുന്നത്. പിന്നീട് തുറന്നു നോക്കുമ്പോഴാണ് ഇദ്ദേഹം സെക്യൂരിറ്റികളെ പോലും അകത്തേക്ക് കടത്തരുത്, ഞാൻ പറയുന്നത് വരെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയി എന്നാണ് ജീവനക്കാർ പറയുന്നത്. CCTV ഇല്ലാത്ത ഒരു ഓഫീസിൽ എന്ത് നടന്നു എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അങ്ങനെയാണ് എങ്കിൽ CJ റോയിയുടേത് ഒരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. കാരണം നേരത്തെയും ഇതുപോലെ പലരും സമ്മർദ്ദം മൂലം, അത് EDയുടെയും ഇൻകം ടാക്സിന്റെ സമ്മർദ്ദം മൂലമല്ല, മറ്റ് പല സമ്മർദ്ദങ്ങളും മൂലം പലരും ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പലരും ഇതുപോലെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു അവസാന കണ്ണിയെന്നൊന്നും പറയുന്നില്ല. അതിന്റെ ഒരു ബാക്കി പത്രമാണോ ബാംഗ്ലൂരിൽ CJ റോയിക്ക് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഈ അന്വേഷണ ഏജൻസികൾ, അതായത് ഡിസംബർ 3 മുതൽ CJ റോയിയുടെ പുറകെയാണ് ഈ EDയും ആദായ നികുതി വകുപ്പും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ CJ റോയിയുടെ പുറകിൽ എങ്ങനെയാണ് ആദായ നികുതി വകുപ്പ് വരാനുള്ള കാരണം എന്നുള്ളത് നമ്മളൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ കേസിന് ആധാരമായ വിവരങ്ങൾ ഈ അന്വേഷണ ഏജൻസികൾക്ക് നൽകിയത് യൂറോപ്യൻ യൂണിയൻ സർക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളാണ് ഈ വിവരം ഇന്ത്യയിലെ ഏജൻസികൾക്ക് കൈമാറിയത്. അതായത് സ്ലോവാക്യയിൽ ഈ പണം കൊടുത്ത് അവിടുത്തെ കോൺസുലേറ്റർ പദവി വാങ്ങി $2 ലക്ഷം ശമ്പളത്തിന് വേണ്ടിയല്ല ഈ ശതകോടീശ്വരൻ എന്ന് പറയുന്ന CJ റോയി അവിടെ ജോലി ചെയ്തത്. ഡിപ്ലോമാറ്റിക് സംവിധാനം വഴി പലതും കടത്താൻ കഴിയും. അങ്ങനെ ചില ഇളവുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ CJ റോയി അത്തരത്തിൽ എന്തെങ്കിലും കടത്തിയിട്ടുണ്ടോ? അത്തരത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ? ആ തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഈ യൂറോപ്യൻ യൂണിയൻ കുറ്റാന്വേഷണ ഏജൻസികളിൽ നിന്ന്
ഇന്ത്യൻ സർക്കാരിന് അല്ലെങ്കിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടാണോ അവർ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CJ റോയിയെ കാണാൻ വന്നത്? മറ്റൊന്ന്, ഈ CJ റോയിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് EDയുടെയും ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം മൂലമല്ല എന്നുള്ളതാണ് മറ്റൊരു വാദമായി പലരും ഉയർത്തുന്നത്. അതായത് ഈ അന്താരാഷ്ട്ര ക്രൈം സിൻഡിക്കേറ്റിന്റെ വല്ലാത്ത സമ്മർദ്ദം ഈ CJ റോയിക്ക് ഉണ്ടായിരുന്നു. അതായത് CJ റോയി എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പോ ബിഗ് ബോസിൽ കർണാടകയിലും അല്ലെ കന്നഡയിലും മലയാളത്തിലും ഒക്കെ ബിഗ് ബോസിന്റെ വിജയികൾക്ക് കോടികളുടെ ഫ്ലാറ്റ്, നേരത്തെ സ്റ്റാർ സിംഗർ പരിപാടിയിൽ കോൺഫിഡൻറ്റ്, അങ്ങനെയാണ് നമ്മൾ പാട്ട് പാടൂ ഫ്ലാറ്റ് നേടൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പരസ്യമൊക്കെ കേട്ടത് ഈ സ്റ്റാർ സിംഗർ, ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഒരു വേദിയിലൊക്കെയാണ്. അവിടെയും കോൺഫിഡന്റ് ഗ്രൂപ്പാണ് ഫ്ലാറ്റ് നൽകിയതും ഒക്കെ. ഈ CJ റോയിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലൊരു ബേക്കറി കട നടത്തുന്ന ആളായിരുന്നു. ഈ ബേക്കറി കട നടത്തുന്ന ആളിന്റെ മകനാണ് CJ റോയ്. പിന്നീട് അദ്ദേഹം HP-യിൽ വർക്ക് ചെയ്യുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മ ബാംഗ്ലൂരിൽ ചെറിയ ചെറിയ വീടുകൾ വച്ച് ഇങ്ങനെ വിൽപ്പന നടത്തി അതിന്റെ ആ ഫുൾ കാര്യങ്ങളും നോക്കിയിരുന്നത് ഇദ്ദേഹമാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് ബിസിനസിനെ കുറിച്ച് അറിയാം. അങ്ങനെയാണ് ഇദ്ദേഹം ബിസിനസ്സിലേക്ക് വന്നത്. അവിടെ തന്നെ ഒരു കുഗ്രാമത്തിൽ 6000 ഏക്കർ വളരെ വില കുറച്ച് വാങ്ങുന്നു. 350 ഏക്കർ 6000 രൂപയ്ക്ക്, സെന്റിന് 6000 രൂപയിട്ട് വാങ്ങുന്നു. പിന്നീട് അത് വളരെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു. ഈ ചില പാവപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ പൈസയൊക്കെ കൊടുത്ത് അവരുടെയൊക്കെ സ്ഥലം വാങ്ങി വെക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. പിന്നീട് ഇദ്ദേഹം ഈ പണക്കാരനായി ശതകോടീശ്വരനായി മാറാനുള്ള ഒരു ഘട്ടം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്ന അത്ര വലിയ ആഡംബര ജീവിതമൊന്നും CJ റോയിക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത്. അതായത് ഈ CJ റോയി ഈ ആഡംബരമൊക്കെ, ഈ കാറുകളും വിമാനങ്ങളും ഈ ആഡംബരവും ഒക്കെ കാണിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിനെ പിടിക്കാൻ എന്നുള്ളതാണ്. അങ്ങനെ ഈ CJ റോയിയുടെ ഈ ആഡംബരവും ഈ വല്ലാത്ത ജീവിതമൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച ഈ ഇൻവെസ്റ്റേഴ്സ് പണം ഇതിലേക്ക് മുടക്കും. പക്ഷേ ആ പണം മുടക്കുന്നവർ കൃത്യമായി പണം കിട്ടുന്നവർ, അതായത് നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുന്നവർ ആയിരുന്നില്ല. അങ്ങനെയുള്ള ആളുകളാണ് CJ റോയിക്ക് അല്ലെങ്കിൽ CJ റോയിയുടെ കമ്പനി കോൺഫിഡന്റ് ഗ്രൂപ്പിൽ പണം മുടക്കിയിരുന്നത് എന്നുള്ള കാര്യങ്ങൾ പലരും പറയുന്നുണ്ട്. അതിന്റെ സ്ഥിരീകരണം നമുക്കറിയില്ല. എങ്കിൽ പോലും ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഈ താൻ സ്വപ്നം കാണുകയല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് താൻ എന്നാണ് CJ റോയി പറയുന്നത്. ഈ എന്താ പറയുക, അദ്ദേഹം പറയുന്നത് ഞാൻ വലിയ വലിയ ഹോട്ടലുകളിൽ താമസിക്കുന്നു, ഞാൻ വലിയ വലിയ ആഡംബര കാറുകൾ വാങ്ങുന്നു, അത് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ്. തീർച്ചയായും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ വരുമാനം CJ റോയിക്ക് ഉണ്ടായതിന്റെ ഫലം, അതും വിദേശ രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികൾ ഇന്ത്യൻ സർക്കാരിന് ചില വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് CJ റോയിയുടെ പിന്നാമ്പുറങ്ങൾ തേടി EDയും എൻഫോഴ്സ്മെന്റും ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചത് എന്നുള്ളതാണ്. ഇതിൽ കർണാടക കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പണ്ട് ഒരു യുവ കളക്ടർ ഇത്തരം ചില കാര്യങ്ങൾ അന്വേഷിച്ചു പോയതും പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതും അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം സിദ്ധരാമയ്യ വന്നതിന് ശേഷം നടത്തിയതും അതിന്റെയൊക്കെ ചില കാര്യങ്ങളിലേക്കൊക്കെ അത് പോകുന്നുണ്ട്. അതൊക്കെ വിശദമായി പിന്നീട് വരേണ്ടതാണ്. ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായൊക്കെ ബന്ധപ്പെട്ടും CJ റോയിയുടെ ഇടപെടലുകളൊക്കെ ചില രീതിയിൽ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ CJ റോയി എന്ന് പറയുന്നത് നമ്മളൊക്കെ കാണാത്ത വലിയൊരു നിഗൂഢത CJ റോയിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അപ്പോഴുമുള്ള ചോദ്യം, CJ റോയി എന്ന് പറയുന്ന ശതകോടീശ്വരൻ ഒരു ഷാർപ്പ് ഷൂട്ടർ ആയിരുന്നു. ഒരു ഷാർപ്പ് ഷൂട്ടർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് CJ റോയിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ കൂടെ നിന്ന് അവർ ഒറ്റിയതാണോ, ക്യാബിനുള്ളിൽ മറഞ്ഞിരുന്ന കൊലയാളിയാണോ?